ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ കിരൺ നമ്മുടെ രാഹുലിനെയൊക്കെ തല്ലി ചതച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുവാട്ടോ. കല്യാണി വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ തുറന്നു കഴിഞ്ഞിട്ട് നമ്മുടെ കിരൺ ഹെൽമെറ്റും ആ മാസ്ക് ഒക്കെ മാറ്റിയതിനു ശേഷം നമ്മുടെ ദീപ പറയണ്ട, ഹോ എന്തൊരു കരച്ചിലായിരുന്നു, കരച്ചിൽ ഇവിടെ വരെ കേൾക്കായിരുന്നു. അവന് ഇനി കുറെ നാള് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, ആ വിധത്തിലാക്കിയിട്ട് വിട്ടിട്ടുണ്ടെന്ന് പറയാണ്. അത് നന്നായി കിരണേട്ടാ, ഇനി കുറച്ചു നാൾ അയാളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ. പിന്നെ ആ പ്രകാശ് എന്ന് പറഞ്ഞവനും അവന്റെ മകനുണ്ടല്ലോ വിക്രമാദിത്യൻ, അവനും ഇവരുടെ കൂടി നടക്കണമെന്ന് കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ടെങ്കിലും അവരും കിടക്കാൻ സമയമായിരുന്നു, കൂട്ടിക്കോ കല്യാണി എന്ന് പറയാണ്. പിന്നെ ഈ കാര്യമൊന്നും അച്ഛനോട് പറയണ്ട കേട്ടോ എന്ന് പറയാണ്. അച്ഛനോട് ഇനി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അച്ഛന് സന്തോഷമാവുള്ളൂ. അച്ഛൻ പറയും എന്തിനാ അവനെ കൊല്ലാതെ വിട്ടേന്ന് എന്നോട് ചോദിക്കുള്ളൂ. എന്തായാലും ഈ സാഹസം ഇനി വേണ്ട കിരണേട്ടാ, ഇപ്പൊ രക്ഷപ്പെട്ടതിന്റെ ഭാഗ്യം എന്നിങ്ങനെ പറയാണ്. അയാളെങ്ങനെ കണ്ടുപിടിച്ചെങ്കിൽ തീർന്നാണ് നമ്മുടെ ഈ നാടകം എന്ന് പറയാണ്. അങ്ങനെ നാള് കണ്ടുപിടിക്കുന്ന കല്യാണി, ഇനി ബകാസുരനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല, ആള് നട്ടില് നല്ല രീതിയിൽ ഒടിഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് കിരൺ സമാധാനത്തോടെ ഇങ്ങനെ നിൽക്കുവാട്ടോ. പിന്നീട് കാണിക്കുന്ന മനോഹരനെയാണ്. മനോഹരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വന്ദനനെയും കൂട്ടിക്കൊണ്ട് കടയിലേക്ക് പോയിരിക്കാട്ടോ. എന്നിട്ട് ഓരോരോ സാരികൾ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ സാരി എങ്ങനെയുണ്ട്, ഈ സാരി എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ വന്ദന ഇത് വേണ്ട, അത് വില കൂടിയ സാരി മാത്രം വന്ദന ഇങ്ങനെ നോക്കുവാട്ടോ. ഇത് മതി എന്നൊക്കെ പറയുന്നുണ്ട്. മോൾ ഇഷ്ടപ്പെട്ട സാരി എടുത്തെന്ന് പറയുമ്പോൾ പൈസ ഒരുപാട് ആവില്ലേ എന്ന് വന്ദന ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്നേ, കല്യാണം കഴിഞ്ഞാലും കല്യാണത്തിന് മുമ്പ് മോൾക്ക് സാരി വാങ്ങിച്ചു കൊടുക്കുന്നത് വാരിത്തരുന്നത് ഞാൻ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ മനോഹർ ഓരോരു സാരി ഇങ്ങനെ കാണിച്ചിങ്ങനെ കൊടുക്കാട്ടോ. വന്ദന ഓരോരോ സാരികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ ഗംഗപ്രസാദ് വരുന്നത്. ഗംഗപ്രസാദ് മനോഹരനെ നോക്കുമ്പോൾ മനോഹരനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടോ. ഇവനെ ഞാൻ എവിടെയോ എന്ന് പറഞ്ഞിട്ട് മനോഹരന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഹലോ, എന്നെ അറിയാവോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് മനോഹർ ഗംഗപ്രസാദിന്റെ മുഖത്തേക്ക് നോക്കാണ്. അത് ഞാൻ എന്ന് പറയുമ്പോഴേക്കും അതെ, നിങ്ങളൊരു കാര്യം പറയണം, ഒരു സെക്കൻഡ് പെങ്ങളെ, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വന്ദനടുത്ത് പറഞ്ഞിട്ട് നമ്മുടെ ഗംഗപ്രസാദ് മനോഹരനെ കൂട്ടിക്കൊണ്ട് കുറച്ചങ്ങോട്ട് മാറി നിൽക്കുക കേട്ടോ. ശേഷം ചോദിക്കണ്ട്, തനിക്ക് എന്നെ ഒട്ടും മനസ്സിലായില്ലേ, ശരിക്കും ആലോചിച്ച് നോക്ക്, എന്നെ മനസ്സിലായില്ലേ, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇന്ന് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയാണ്. എടോ, ചെന്നൈയിൽ താനൊരു പെണ്ണ് കേസിൽപ്പെട്ടപ്പോ അവിടുന്ന് രക്ഷിച്ചത് ഞാനായിരുന്നു, ഇടികൊണ്ട് ചാവാനായി തന്നെ ഞാനാ രക്ഷിച്ചത്, ഓർമ്മയില്ലേ, ആ അടിപിടിന്ന് തന്നെ രക്ഷിച്ച് കൊണ്ടുപോയത്. അയ്യോ മനസ്സിലായി, ഗംഗപ്രസാദ് അല്ലേ? അതേടോ, അല്ല ഗംഗ എന്താ ഇവിടെ, അത്ഭുതമായിരിക്കുന്നു. എന്തായി ആ തന്റെ രണ്ടാനമ്മയുടെ അവരുടെ മകളുടെ കയ്യിൽ നിന്ന് സ്വത്തുക്കളൊക്കെ തനിക്ക് കിട്ടിയോ എന്ന് മനോഹർ ചോദിക്കുമ്പോ, എവിടെന്ന്, അവരിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, അവരെ പിടികൂടാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഓ, അത് ഇതുവരെ ഗംഗയ്ക്ക് കിട്ടിയില്ലേ എന്ന് മനോഹർ ചോദിക്കുമ്പോ, കിട്ടിയില്ലെന്നേ, അല്ല നിന്റെ കാര്യങ്ങൾ എന്തായി, അല്ല ഇതേതാ പുതിയ കക്ഷി, പുതിയ ആളാണോ ഓടാ ചോദിക്കുമ്പോ, അതെ പുതിയ ആളാ, സംസാരിക്കാൻ പറ്റില്ല, വന്ദന പേര്. ഓ, അല്ല അപ്പൊ നിന്റെ ബിസിനസ് നീ വിട്ടിട്ടില്ലല്ലേ, എവിടെ ഇതല്ലേ എന്റെ ബിസിനസ്, കൊള്ളാം നടക്കട്ടെ. എന്തായാലും ഗംഗയുടെ നമ്പർ എനിക്കിതാ, ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളാം. എനിക്ക് നിന്നെ കുറിച്ച് കൊണ്ട് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടടാ. ഞാൻ എന്റെ നമ്പറൊക്കെ മാറി, ഞാൻ എന്റെ നമ്പർ ഇപ്പത്തെ നമ്പർ ഞാൻ നിനക്ക് തരാം, നിന്റെ ഫോൺ താ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗംഗപ്രസാദ് ഫോണിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാട്ടോ. ശരി, ഞാൻ നിന്നെ വിളിക്കാവേ, എടാ നിക്ക്, ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി, അത് അവളെ ഒന്ന് പരിചയപ്പെട്ടു പോവാം, അല്ലെങ്കിൽ അവൾക്ക് സംശയം കൂടണ്ട എന്ന് തോന്നിട്ട് വരുണിന്റെ അടുത്തേക്ക് നമ്മുടെ ഗംഗപ്രസാദിനെ കൂട്ടിക്കൊണ്ട് മനോഹർ വരുവാട്ടോ. ആ സമയത്ത് വരുൺ മനസ്സിൽ വിചാരിക്കണം, ഏതൊരു ഡയപ്പനാണെന്ന് തോന്നണു, ഇവനെപ്പോൾ തന്നെ വില പെണ്ണുപിടിയനായിരിക്കും, അല്ലെങ്കിൽ വല്ല കള്ളനും. എന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വന്ദന. വന്ദന ഇതാട്ടോ എന്റെ ഫ്രണ്ട്, ഇവന്റെ പേര് ജീവൻ, ജെറി ജോൺ എന്നാ. ഓക്കെ, ഇങ്ങനെ നമസ്കാരം കാണിക്കാണ് വന്ദന. ആ സമയത്ത് നമ്മുടെ മനോഹർ പറഞ്ഞ്, സംസാരിക്കാൻ പറ്റില്ല, സംസാരശേഷിയില്ല. ഓ ശരി, നിങ്ങളുടെ കല്യാണം ഉടനെ കാണും, ഉടനെ ഉണ്ടാവും, എങ്കിൽ ശരി കല്യാണത്തിന് വിളിക്ക്, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് അവിടെ നിന്ന് പോകുമ്പോ മനോഹർ ഇങ്ങനെ, അതെ അളിയ നമുക്ക് കാണാൻ കേട്ടോ എന്ന് പറയണ. എടാ നിന്റെ ഇവിടുത്തെ പേരെന്താടാ? ജീവൻ, എന്റെ പേര് ജെറി ജോൺ എന്ന് പറഞ്ഞിട്ട് അവർ പൊട്ടിച്ചിരിക്കുകയാണ്. ശരി എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗംഗപ്രസാദ് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് മനോഹർ വന്ദനടുത്ത് പറയണ്ട്, എന്റെ മോളു കോടീശ്വരനാ, ഭയങ്കര കോടീശ്വരൻ, കേരളത്തിന്റെ പകുതി ഭാഗം വിലക്ക് വാങ്ങാനുള്ള പൈസ ഉണ്ടാവനാ, കോടികൾ കൊണ്ട് ചാവുന്നവനവൻ, ഭയങ്കര കോടീശ്വരനാ, നല്ല മനുഷ്യനാട്ടോ എന്നൊക്കെ പറയണം. ശേഷം ഒരുപാട് ഇങ്ങനെ കാണിച്ചിട്ട് അവരോട് നിന്ന് പോകുക കേട്ടോ. പിന്നീട് കാണിക്കുന്ന സരയുവിനെയാണ്. സരയു നമ്മുടെ വിക്രത്തിന്റെ ഫോണിലേക്കാട്ടോ. വിക്രം ഫോൺ എടുക്കണ്ട്. സരയു, ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കുമായിരുന്നു. അല്ല അങ്കിൾ അവിടെ വന്നിട്ട് തിരിച്ചു വന്നില്ലല്ലോ. അങ്കിള് തിരിച്ചു വരില്ലടാ, അങ്കിൾ ഇവിടെ കിടപ്പില്ല. കിടപ്പിലാണെന്നോ? നിന്നെ കാണാനും വിഷുക്കൈനീട്ടം തരാനാണല്ലോ അവിടെ വന്നത്. സത്യം പറയടാ, നീ എങ്ങനെയാണോ ഒറ്റയ്ക്ക് കൊടുത്തത്? ഞാനും നീയും കുറച്ചു ആൾക്കാർ മാത്രമേ അച്ഛനോട് വരുന്ന കാര്യം അറിഞ്ഞുള്ളൂ. പിന്നെ അച്ഛനോട് വരുന്ന കാര്യം അറിഞ്ഞിട്ട് ചന്ദ്രസേന്റെ ആൾക്കാർ എങ്ങനെയാണ് തല്ലി ചതച്ചത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അയ്യോ സത്യോട്ടും ഞാനൊന്നും അറിഞ്ഞില്ല സരയു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ ചന്ദ്രസേനൻ തന്നെയായിരിക്കും. അതെ, അതന്നെയാ ചോദിച്ചത്, നീയാണോ ഒറ്റ കൊടുത്തതെന്ന്. എന്താ സരയു നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ അങ്ങനെ ചെയ്യോ? ഇല്ലടാ, നീ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് അറിയാം, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അച്ഛനിപ്പോ എഴുന്നേക്കാനേ പറ്റുന്നില്ല, പാവച്ചൻ വിഷുവിന് തലേ ദിവസം എന്നെ ഒന്ന് കാണാൻ വന്നതാ, ഇപ്പൊ കിടന്ന കിടപ്പാ, ആ കിരൺ കിടക്കുന്ന പോലെ തന്നെയാ അച്ഛനും കിടക്കുന്നത് എന്ന് പറയണ. ഞാൻ പിന്നെ നിന്നെ
നിന്നെ വിളിച്ചതേ ഒരു അർജന്റ് കാര്യം പറയാനായിട്ടാണ്. നീയും സൂക്ഷിച്ചോ, നിന്റെ അച്ഛനോട് സൂക്ഷിക്കണമെന്ന് പറ. ആ ചന്ദ്രസേനൻ എല്ലായിടത്തും ഉണ്ട്. ചിലപ്പോ നിങ്ങളെ ഇതുപോലെ കിടപ്പിലാക്കിയെന്ന് വരും. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. ശരി സരിയു, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അങ്കിളിനെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹോ, അങ്കിള് കിടന്നപ്പോ എന്റെ ചിറ കുടിഞ്ഞ പോലെ ആയി സരിയു എന്നൊക്കെ പറയട്ടെ വിക്രം ഫോൺ വെക്കുവാണ്. ശേഷം വിക്രം ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കുവാട്ടോ. ഈശ്വര, ഇവിടെ എങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിനെയാണ്. കല്യാണി രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് സരിയുവിന്റെ വീട്ടിലേക്ക് വന്നിരിക്കട്ടോ. ബെല്ലടിക്കുമ്പോ സരിയാണ് വാതിൽ തുറക്കുന്നത്. നീ എന്തിനാടി ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോ കല്യാണി സൂക്ഷിച്ചു നോക്കുമ്പോഴേക്കും പിന്നെ സരി ഒന്നും മിണ്ടുന്നില്ലട്ടോ. കല്യാണി അകത്തേക്ക് കയറുവാണ്. അല്ല, നിന്റെ അച്ഛൻ കിടപ്പിലാണെന്നൊക്കെ അറിഞ്ഞു. അല്ല, ഇന്നലെ രാത്രി ഇവിടുന്ന് ഭയങ്കര ബഹളമൊക്കെ കേട്ടിരുന്നേ. അതെ, ബഹളം കേട്ടതേ ഞങ്ങളുടെ ആരുടെ അല്ല, പട്ടികളുടെ ബഹളോ. ഓ, പട്ടികൾ മനുഷ്യര് കരയണ പോലെ കരയോ എന്ന് ചോദിക്കാണ്. അല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ദേ സരിയു, നീ എന്റെ അടുത്ത് അധികം വെളിച്ചിലെടുക്കല്ലേ. നിന്റെ എല്ലാ ചരിത്രം അറിയാവുന്ന ആളാ ഞാൻ. എടി, സ്വന്തം അമ്മേനെ കൊല്ലാൻ നോക്കുന്ന മകളെടി നീ. അതെ, നീ എന്റെ അമ്മയാണെന്ന് നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചാൽ മതിയോ? അതിനുള്ള വലിയ തെളിവ് നിങ്ങളുടെ ഉണ്ടോ? ഉണ്ട്, തെളിവുള്ളടി. നീ തന്നെയാ അതിനുള്ള ഏറ്റവും വലിയ തെളിവ്. നിന്റെ അമ്മ തന്നെയാ താരാന്റി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നീ. എടി, ആ സത്യം അറിഞ്ഞത് കൊണ്ടിട്ടാടി നിങ്ങളുടെയൊക്കെ ആന്റി ആയിട്ടുള്ള രൂപാന്റി, അതായത് കിരണിന്റെ അമ്മ ചന്ദ്രസേനൻ കുറ്റക്കാരനല്ലെന്നും അയാളിപ്പൊ ചേർത്ത് പിടിച്ചിരിക്കുന്ന കാരണം അത് തന്നെയാണ്. താരയൊക്കെ നിന്റെ അച്ഛനുണ്ടായ മകളാടി നീ എന്ന് പറയണം. നീ ഇത് പറയാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്? അല്ല, ഇത് പറയാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ഇവിടെ വന്നത്. നീയേ നിന്റെ അമ്മയും കൂടി കിരണേട്ടനെ കാണാൻ വേണ്ടി അവിടെ വന്നിരുന്നല്ലോ. കിരീടം തളർന്നു കിടന്നപ്പോ ദുഃഖം രേഖപ്പെടുത്താൻ വേണ്ടി അഭിനയിച്ച് തകർക്കുമായിരുന്നല്ലോ നീയും നിന്റെ അമ്മയും. അതെ, ഞങ്ങൾ അഭിനയിച്ച് തകർത്തേന്നുമല്ല, ഞങ്ങൾക്ക് ശരിക്കും ദുഃഖം തന്നെയാ. അവന് എന്റെ കളിക്കൂട്ടുകാരനാടി, ഞങ്ങളുടെ കുടുംബക്കാരാണ്. അപ്പൊ എനിക്ക് വിഷമം ഉണ്ടാവും. സ്വന്തം അമ്മയുടെ അത് അനുകമ്പ കാണിക്കാത്ത നിനക്കാടി നിന്റെ മുറച്ചെറുക്കനോട് ഇത്ര വിഷമം. നിന്റെ അച്ഛനെ കാണാൻ വന്ന കിരീട്ടം കിടന്നപ്പോ നിങ്ങൾ കാണാൻ വന്നതല്ലേ. അപ്പൊ നിന്റെ അച്ഛനെ കണ്ട് ദുഃഖം രേഖപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഞാൻ എന്ന് പറയുമ്പോ സരിയുവിന് ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കല്യാണി പറയണ്ടേ, ഇനി മേലെ നീയും നിന്റെ അമ്മയും നിന്റെ അച്ഛനും ഞങ്ങളുടെ ഏഴയലത്ത് പോലും വന്നു പോകരുത്. വന്നു പോയിക്കണ നിന്റെ അച്ഛൻ ഇതുപോലെ കിടക്കുന്ന പോലെ നിങ്ങളും കിടക്കും. പറഞ്ഞേക്കാം. അല്ല, നിന്റെ ഭർത്താവ് മനോഹരൻ ഇവിടെ ഇല്ലേടി? നിന്റെ അമ്മ ഇവിടെ ഇല്ലേ? മനോഹരൻ പുറത്തു വരെ പോയിരിക്കുക, അമ്മയും പുറത്തു പോയിരിക്കുക. ചിലപ്പോഴേ നിന്റെ മനുവേട്ടനെ ആരെങ്കിലും തല്ലി ചതച്ച് കാണുമായിരിക്കും. അവന്റെ അമ്മായിയമ്മയായിട്ടുള്ള നിന്റെ അമ്മയുണ്ടല്ലോ, ഇപ്പത്തെ അമ്മ, നിന്റെ വളർത്തമ്മ, അവരവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണുമായിരിക്കും. അതെ, എന്റെ മനുവേട്ടന് ഇതിൽ വയ്യാതായി കഴിഞ്ഞാലേ എനിക്കറിയാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോകുവാണ്. ശേഷം കല്യാണി വീട്ടിലെത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ കിരണിനോടും അതുപോലെ തന്നെ ദീപടുത്തും പറയുന്നുണ്ട്. അച്ഛൻ തളർന്നു കിടന്നിട്ടും അവൾക്കൊരു കുഴപ്പമില്ല, അവളുടെ അഹങ്കാരത്തിന് ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴും അവര് കിരണേട്ടനും അതുപോലെ നമ്മളെയൊക്കെ ശത്രുക്കളായിട്ടനെ കാണുന്നത്. അവരങ്ങനെ ഒന്നും മാറില്ല കല്യാണി എന്ന് പറയാണ്. ശേഷം കാർത്തിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാർത്തിക പറയുന്നുണ്ട്, ആ ഗംഗപ്രസാദ് ഇടക്കും തലക്കൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവന്റെ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ക്യാമറയൊക്കെ വെച്ച് അവൻ തല്ലി പൊട്ടിച്ചു കളയും. പിന്നെ ഞാനിപ്പോ വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അച്ഛന്റെ ആണ്ടുബലിയാണ് ഈ അടുത്ത് വരുന്നത്. ആണ്ടുബലിക്ക് എല്ലാ വർഷവും അവൻ വരാറുണ്ട്. വന്നിട്ട് കള്ള ദുഃഖം രേഖപ്പെടുത്തിയിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പൊ അതുകൊണ്ട് ഈ ആണ്ടുബലിക്കും അവൻ വരുമായിരിക്കും, അമ്മ വരും. അപ്പൊ ആ ആണ്ടുബലിക്ക് വരുമ്പോഴേക്കും നമുക്ക് അവനെ പിടിക്കാം എന്ന് പറയാണ്. ശരി, എങ്കിൽ ആണ്ടുബലിക്ക് അവൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ അവസാനമായിരിക്കും എന്ന് കിരൺ പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.